ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ദി ഓൾറൗണ്ടർ ഗായ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു റൂം ഫ്രഷ്നറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇൻസ്റ്റൻറ്റ് റൂം ഫ്രഷ്നറാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മളൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ റൂം മൊത്തം റിഫ്രഷിങ് സ്മെല്ല് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം യൂസ്ഫുൾ തിങ്സ് ആണ് ഗൈസ്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. അപ്പം ആദ്യമേ ഞാൻ ഇതേപോലത്തെ ഒരു കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15x8 3 പീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം സെൻറ്റിമീറ്റേഴ്സിലാണ്. ഓക്കെ, അതിലിതേ ഒരു പീസിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് വീഡിയോ മുമ്പിൽ കാണുമ്പോഴത്തേന് മനസ്സിലാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് 8x8 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ പീസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 7.8x7.8 സൈസിൽ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 6.8x7.8 കണക്കിൽ ഒരു പീസ് കട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് കട്ട് ചെയ്തൊക്കെ ഈ ഒരു CPU ഫാൻ്റെ അളവിലാണ്. ഓക്കെ, അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്വിച്ച് വേണം, ഒരു 5 വാട്ട്സിൻ്റെ ചാർജർ. ഓക്കെ, അപ്പോൾ മൊബൈൽ ചാർജറൊക്കെ ആയാലും മതി. ഓക്കെ, അപ്പം ഇത് നമ്മുടെ കാറിലൊക്കെ വെക്കുന്ന കാർ ഫ്രഷ്നറാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം ആദ്യമേ നമ്മുടെ 15x8 സെൻറ്റിമീറ്ററിൽ കണക്കിലുള്ള കാർബോണിൻ്റെ പീസ്, അതിലേക്ക് നമുക്ക് നമ്മുടെ CPU ഫാൻ അത് നമുക്ക് ഒട്ടിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഒട്ടിച്ച് വെക്കാൻ പോകുന്നത്. ഓക്കെ, അത് നമുക്കൊരു ബോക്സ് പോലെ ആക്കി എടുക്കണം. ഓക്കെ, അപ്പം ഞാനിവിടെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നേരത്തെ ഇനിയൊരു 50x8 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് വേറൊരു പീസ് ഉണ്ടായിരുന്നു. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഒരു 3 വർഷത്തിൽ കവർ ചെയ്തെടുക്കുന്ന പോലെ ഒരു ബോക്സ് ആക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് ഇതേപോലെ ഒട്ടിച്ചെടുത്തു. ഓക്കെ, അപ്പം ഇനി നമ്മുടെ 8x8 സെൻറ്റിമീറ്റേഴ്സിലുള്ള പീസ് നമുക്ക് മേളിലും താഴെയും അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി അവസാനം ബാക്കിയുള്ള 2 ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇപ്പം ഇങ്ങനെ തുറക്കാൻ അടയ്ക്കുന്ന പോലത്തെ ഒരു സംഭവം ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഒരു സപ്പോർട്ടിന് വേണ്ടി ചെറിയൊരു പീസും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു ചെറിയ പീസ് ഫ്രണ്ടിലും കൂടെ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം ഒരു ഓൾമോസ്റ്റ് നമ്മുടെ ഒട്ടിച്ചെല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഗ്യാപ്പ് കണ്ടോ, നമുക്ക് ചെറുതായിട്ട് ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ അത് കാണാതിരിക്കാൻ നമുക്ക് ഇതേപോലെ മാസ്കിങ് ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാണാനൊരു ഭംഗിയുണ്ടാവും, നമ്മുടെ ഗ്യാപ്പൊക്കെ പോയി കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും അടിപൊളിയായിട്ട് അങ്ങനെ നമ്മുടെ മാസ്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ നേരത്തെ ഇതേപോലെ ഹോൾ ഇട്ടുണ്ട്. ഒന്ന് അത് സ്വിച്ച് വെക്കാനും പിന്നെ ഒന്ന് നമ്മുടെ പുറത്തുനിന്ന് കാറ്റ് അകത്തേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു ഹോൾ ഇട്ട് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ഷനിലേക്ക് പോകാം. അപ്പം നമ്മുടെ CPU ഫാനിൽ 2 വയറുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. നമ്മുടെ ചാർജറിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, അപ്പം നെഗറ്റീവ് നമ്മൾ കോമൺ ആക്കിയിട്ട്, അതായത് അതിൻ്റെ നെഗറ്റീവ് ഇതിൻ്റെ നെഗറ്റീവ് കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ട് പോസിറ്റീവിൽ ഇതേപോലെ ഒരു സ്വിച്ച് വഴി നമ്മൾ കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ കണക്ഷനാണ്. ഓക്കെ, നമുക്കത് കണക്ഷൻ ഫുള്ള് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നേരത്തെ എടുത്ത കാർ ഫ്രഷ്നർ. അപ്പം നിങ്ങൾക്ക് എങ്ങനത്തെ ഫ്രഷ്നർ ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സൈസിലുള്ള ഫ്രഷ്നർ നമുക്ക് എടുത്താൽ മതി. ഓക്കെ, അപ്പം ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മെഷീൻ്റെ അകത്തേക്ക് വെക്കണം. ഓക്കെ, അപ്പം ഇതേപോലെ വെച്ചിട്ട് അകത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. അന്നേരത്ത് നമുക്ക് അത് അകത്ത് തന്നെ സെറ്റായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതേപോലെ വെച്ചിട്ട് അത് അടച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രഷ്നർ അകത്ത് ഇതേപോലെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഇനി പവർ സപ്ലൈയിലേക്ക് കൊടുത്തിട്ട്
നമ്മളിത് നമ്മുടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫാൻ വർക്കാവും. അപ്പോൾ നമുക്ക് അടിപൊളി അതിൻ്റെ അകത്തെ ഉള്ള ഫ്രഷ്നറിൻ്റെ സ്മെല്ല് നല്ല അടിപൊളിയായിട്ട് പുറത്തേക്ക് വരും. പെട്ടെന്ന് തന്നെ നമുക്ക് ഫുൾ റൂമിലൊക്കെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ യൂസ്ഫുള്ളാണ് ഗൈസ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടേക്കാം. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.